20,000 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ, 8,000 കിലോമീറ്റർ, 800 കിലോമീറ്ററിലും ക്ലച്ച് മാറുന്നത്. ഈ ക്ലച്ച് നിങ്ങൾ നോക്കിക്കോണം, ഇത്രയും ഫ്രീ പ്ലേ ആണ്. ഇതിനെയാണ് ഒരു ഫ്രീ പ്ലേ അഥവാ ക്ലച്ച് പ്ലേ എന്ന് പറയുന്നത്. എൻ്റെ വാഹനത്തിൻ്റെ ക്ലച്ച് എത്ര കിലോമീറ്ററിലാണ് മാറേണ്ടത്? ഇങ്ങനൊരു ചോദ്യം കോമൺ ആണ്. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ വാഹനത്തിൻ്റെ ക്ലച്ച് എപ്പം മാറണം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് എപ്പോഴാണ് മാറിയത്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് എപ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? ഇതൊരു ചെറിയ ചോദ്യമൊന്നുമല്ല, ഒരു വലിയ ചോദ്യം തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിൻ്റെ ക്ലച്ചിന് ഒരു ലൈഫ് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഒരു ആവറേജ് എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ഏകദേശം 1 ലക്ഷം, 2 ലക്ഷം കിട്ടിയ ആൾക്കാരെ എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. 1 ലക്ഷം നമുക്ക് നോർമൽ വാഹനത്തിൻ്റെ ക്ലച്ച് കിട്ടിയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് 20,000 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ, 8,000 കിലോമീറ്റർ, 800 കിലോമീറ്ററിലും ക്ലച്ച് മാറുന്നത്? ഇപ്പം നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല. 800 കിലോമീറ്ററിൽ ഞാനൊരു ഓൾട്ടോ 800ൻ്റെ ക്ലച്ച് മാറി കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്തൻ വാഹനം, സെക്കൻഡ് സർവീസ് ആയിട്ടില്ല, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, വാഹനമാകെ ഓടിയിരുന്നത് 800 കിലോമീറ്റർ, ജസ്റ്റ് 800 കിലോമീറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർ ക്ലച്ചേന്ന് കാലെടുക്കാറേ ഇല്ല, പേടിയാണ്. ഓടിച്ച് പഠിച്ചത് ആ വാഹനത്തിലാണ്. ക്ലച്ചിൻ്റെ പുറത്ത് കാല് താങ്ങി, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്യുകയാണ്, ആക്സലറേറ്റ് ചെയ്യുന്നു, ക്ലച്ചേന്ന് ഞാനിപ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ചേന്ന് കാലെടുത്തു, മാറ്റി വെച്ചു, ഞാൻ ആക്സലറേറ്റ് ചെയ്യുകയാണ്. അടുത്ത ക്ലച്ച് ചവിട്ടി, സെക്കൻഡ് ഇട്ടു, ക്ലച്ചേന്ന് കാലെടുത്തു, മാറ്റി വെച്ചു, ആക്സലറേറ്റ് ചെയ്യുകയാണ്. ക്ലച്ച് ചവിട്ടി, തേർഡ് ഇട്ടു, ക്ലച്ചേന്ന് കാലെടുത്ത് മാറ്റി വെച്ചു. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്നും നമ്മുടെ കാല് മാറ്റി പുറകോട്ട് വെച്ചോണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്ലച്ചിൻ്റെ പുറത്ത് ദേണ്ട, ചിലർ പറയും ഞാൻ ഇങ്ങനെ വെക്കാറുള്ളൂ, പക്ഷേ ഞാൻ അതിൽ ഫോഴ്സ് കൊടുക്കാറില്ല. പക്ഷേ ചെറിയ രീതിക്കൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് കണ്ട് ഇത്ര ഒരു ഫ്രീ പ്ലേ വരുന്നുണ്ട്. ഈ ക്ലച്ച് നിങ്ങൾ നോക്കിക്കോണം, ഇത്ര ഫ്രീ പ്ലേ ആണ്. ഇതിനെയാണ് ഒരു ഫ്രീ പ്ലേ അഥവാ ക്ലച്ച് പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു ക്ലച്ച് പ്ലേ നിങ്ങളുടെ വാഹനത്തിലുണ്ടോ? ക്ലച്ച് പ്ലേ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്തോണം. ഇത് നോക്കിക്കോണം, ഇതാണ് ക്ലച്ച് പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലേ നോർമലാണ്. ഇത് കഴിയുമ്പോഴേ ക്ലച്ച് ആക്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ അറിയാതെ ഇത്രയും ഭാഗം വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ തെറ്റാണ്, ചെയ്യരുത്. ഇവിടെ ഇത്രയും കാര്യം ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ റിലീസ് ബെയറിങ്ങിന് അത് പതുക്കെ തള്ളുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അവിടെ ഒരു റിലീസ് ബെയറിംഗ് ഉണ്ട്, അതിനെയാണ് ക്ലച്ച് പ്രഷർ പ്ലേറ്റിനെ തള്ളുന്നത്. അപ്പം ഒരു കാരണവശാലും ഇതിന് പുറത്ത് കാല് വെക്കരുത്. ഇങ്ങനെ കാല് വെച്ച് ഓടിക്കുന്ന ആൾക്കാരുടെ വാഹനമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ 600ഉം 700ഉം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ക്ലച്ച് മാറേണ്ടി വരുന്നത്. എന്നാൽ നല്ല രീതിക്ക് ഓടിക്കുന്ന വ്യക്തികൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലച്ച് അപ്ലൈ ചെയ്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് മാറ്റി വെച്ചു, അടുത്ത ക്ലച്ച് അപ്ലൈ ചെയ്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് മാറ്റി വെച്ചു, ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വാഹനത്തിന് 1 ലക്ഷം പ്ലസ് ക്ലച്ച് ലൈഫ് കിട്ടുന്നതായിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ. അതായത് പല കസ്റ്റമേഴ്സിൻ്റെയും ഡ്രൈവിംഗ് ഹാബിറ്റ് കണ്ട് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അല്ലാതെ ജസ്റ്റ് വന്നിട്ട് വെറുതെ പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല. നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ക്ലച്ചിൻ്റെ പുറത്ത് കാല് വെച്ചാണ് ഓടിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കുറയും, ക്ലച്ചിന് ജെർക്കിംഗ് ഉണ്ടാകും, ക്ലച്ച് ഹാർഡായി പോകും. ഈ പ്രശ്നങ്ങളെല്ലാം വരുന്ന ക്ലച്ചിൻ്റെ പുറത്ത് കാല് വയ്ക്കുമ്പോഴാണ്.